നമുക്ക് ഇനി പോകാനുള്ളത് റെഡ് അലേർട്ട് നിലനിൽക്കുന്ന മറ്റൊരു ജില്ലയായ കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലെ നിലവിലെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. കനത്ത മഴയിൽ ആറളം പുഴ കരകവിഞ്ഞിരുന്നു. പാലപ്പുഴ പാലം മുങ്ങി. ഉളിക്കൽ നൂച്ചിയാട് പുഴ കരകവിഞ്ഞതോടെ മണിക്കടവ് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കണ്ണൂരിൽ കർണാടക വനത്തിൽ ഉരുൾപൊട്ടലുണ്ട് എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ് കണ്ണൂർ. അവിടെ വ്യാപകമായ മഴ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഞ്ചരക്കണ്ടിയിൽ ഒരു മതിൽ വീണ് ഒരു അപകടത്തിൽ നിന്ന് കുഞ്ഞ് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. മട്ടന്നൂരിൽ കാർ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. നായ്ക്കാലിയിൽ നിർമ്മാണത്തിലിരുന്ന റോഡ് പുഴയിൽ വീണെന്നുള്ള വിവരം വന്നിരുന്നു. അങ്ങനെ ആളുകളെ ദുരിതത്തിലാക്കുന്ന മഴക്കെടുതികളുടെ വിവരങ്ങളാണല്ലോ കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിലവിലെ സാഹചര്യം എന്താണ്? സജോ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് കണ്ണൂരിലെ ജനങ്ങളുടെ അവസ്ഥ? ഗോപികൃഷ്ണൻ, കണ്ണൂരിൽ അക്ഷരാർത്ഥത്തിൽ ദുരിതം പെയ്യുകയാണ് എന്ന് പറയാം. അതിശക്തമായ മഴയാണ് കണ്ണൂരിന്റെ വിവിധയിടങ്ങളിൽ ലഭ്യമാകുന്നത്. ഇതിനിടെ ഒരു സംശയം ഉയരുന്നത് കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായ ആശങ്കയുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മലയോരത്തെ മിക്കവാറും തോടുകളും പുഴകളും എല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. ആ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിനടിയിലാണ്. അതിൽ തന്നെ ആറളം പുഴ, നൂച്ചിയാട് പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. വളപട്ടണം പുഴയിലും വലിയ തോതിൽ ജലനിരപ്പ് കുതിച്ചുയരുന്നുണ്ട്. മലയോരത്തെ മിക്കവാറും പുഴകളിലൊക്കെ ജലനിരപ്പ് കുതിച്ചുയരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളക്കെട്ടിലേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇളയാവൂരിലാണ്. ഇവിടെ നിരവധി വീടുകൾ വെള്ളം കയറി കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ, അതായത് താഴെച്ചൊവ്വ ഉൾപ്പെടുന്ന മേഖല, ഇളയാവൂർ, ഒപ്പം ഇതുപോലെ കൂത്തുപറമ്പ് അടക്കമുള്ള മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ, മിക്കവാറും താഴ്ന്ന പ്രദേശങ്ങൾ, മണൽ, അഴീക്കോട്, മണൽ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ മിക്കയിടത്തും അതിശക്തമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. കനത്ത മഴയാണ്. ഇവിടെ കുറേയധികം കുടുംബങ്ങൾ ഇതിനകം മാറിയിട്ടുണ്ട്. ഇവിടെ എത്ര പേര് മാറി താമസിച്ചിട്ടുണ്ട്? ഏകദേശം 30ഓളം കുടുംബങ്ങൾ മാറി താമസിച്ചിട്ടുണ്ട്. 10-15ഓളം കുടുംബങ്ങൾ വീടിൻ്റെ ഒന്നാം നിലയിലാണ് താമസിക്കുന്നത്. ഈ ഒന്നാം നിലയിൽ താമസിക്കുന്നവർക്കും വലിയ ഭീതിയിലാണുള്ളത്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഫയർഫോഴ്സിന്റെ ആളുകൾ വന്നിട്ടാണ് രണ്ട് സ്ഥലങ്ങളിലുമായി 40-60 കുടുംബങ്ങളോളം വീടുകളോളം വെള്ളം കയറിയിട്ടുണ്ട്. 60ഓളം വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഒരു 127 വീടാണുള്ളത്. അതിൽ 60ഓളം വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. അവരുടെ സ്വന്തം നിലയ്ക്ക് മാറണേ. പിന്നെ കുറേ പേര് സ്വന്തം നിലയ്ക്ക് ബാക്കി കുറച്ച് പേര് നമ്മൾ ലഭ്യമായ സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 10-20ഓളം ആളുകൾ, വീട്ടുകാർ അവരുടെ ഒന്നാം നിലയിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇനിയും വെള്ളം കയറുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അങ്ങനെയാണ് അവരെയും മാറ്റി പാർപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെള്ളം കയറുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം വളരെ കൂടുതലാണ് വെള്ളം കയറിയിട്ട് കാണുന്നത്. അതാണ് ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഒപ്പം ഇന്ന് അഞ്ചരക്കണ്ടിയിൽ ഒരു മതിൽ ഇടിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ മുന്നിലേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഭാഗ്യം കൊണ്ടാണ്, തലധാരയ്ക്കാണ് യഥാർത്ഥത്തിൽ ആ കുട്ടി രക്ഷപ്പെട്ടത്. ആറളം പുഴ കരകവിഞ്ഞ് പാലപ്പുഴ പാലം പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. അതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ആറളം ഫാമിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഗതാഗത തടസ്സവുമുണ്ട്. ഒപ്പം ഉളിക്കൽ നൂച്ചിയാട് പുഴ പൂർണ്ണമായും കരകവിഞ്ഞൊഴുകുകയാണ്. മണിക്കടവ് ടൗണിൽ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മട്ടന്നൂർ കീഴല്ലൂരിലെ ചെക്കിടം കരകവിഞ്ഞ് ഒഴുകുകയാണ്. കീഴല്ലൂർ വേങ്ങാട് മേഖലകളിലായി 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അത്താഴക്കുന്ന് മേഖലകളിൽ ഇതിനകം 10ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയുള്ള ആളുകളും ഇതിനകം അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഒപ്പം ശരി, എനിക്ക് സജോ, ഈ കണ്ണൂരിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആദ്യം ഓറഞ്ച് അലർട്ട് ആയിരുന്നു, ഇപ്പോൾ റെഡ് അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള വിവരം വരുന്നുണ്ട്. കണ്ണൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴതിൽ തീരുമാനത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നാളെ അവധി എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ആ ഉത്തരവ് യഥാർത്ഥത്തിൽ പുറത്തിറങ്ങിയിട്ടില്ല. നമ്മൾ ഇന്ന് അവധി നൽകിയിരുന്നില്ല. അത് വ്യാപകമായ വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തു. കാരണം ജില്ലയിൽ മഴ ദുരിതമില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. മിക്കവാറും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ട്. അതിശക്തമായ മഴയാണ്. പുഴയെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. എല്ലായിടങ്ങളിലും, അത് താലൂക്ക് വ്യത്യാസമില്ലാതെ തലശ്ശേരി, ഇരിട്ടി, തളിപ്പറമ്പ് പേഖലകളിലെല്ലാം, പേരാവൂർ ഉൾപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ മിക്കവാറും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടാണ്. ആ തീരുമാനം വന്നിട്ടില്ല. അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുകയാണ്. മിക്കവാറും ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലും മഴക്കെടുതി രൂക്ഷമാണ്. പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതോടൊപ്പം സജോയുടെ റിപ്പോർട്ടും നമ്മൾ പരിശോധിച്ചു.